നമ്മുടെ മഴക്കാലമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പൂച്ചെടികളെയും ഇലച്ചെടികളെയും ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് എടുത്തു വയ്ക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. ഇപ്പോൾ കളറൊക്കെ ഭംഗിയായ ചെടിച്ചട്ടികൾ കളർ ചെയ്യാനും അതുപോലെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിട്ടൊക്കെ വൃത്തിയാക്കി വെക്കാനൊക്കെ നോക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ചുമ്മാ നമ്മുടെ കുറേ ഇലച്ചെടികൾ മഴയത്തൊക്കെ അതുപോലെ വലിയ വെയിലൊന്നും ഇല്ലാതെ പലയിടത്തൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. വീടിൻ്റെ റിനോവേഷനും പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചെടികളൊന്നും വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുക്കി വയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് നമുക്കറിയാം 5-6 നിലയുള്ള സ്റ്റാൻഡുകളൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഐഡിയ ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്റ്റാൻഡ് നമ്മൾ ബ്ലാക്ക് പ്രൈമറൊക്കെ അടിച്ച് മറ്റേ എന്താ പറയുക തുരുമ്പ് പിടിക്കാതെയൊക്കെ നമ്മളത് പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ഒരുക്കി വെക്കുന്നത് നിങ്ങൾക്കൊരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു കേട്ടോ. ഞാൻ പുതിയ ഒരു ചട്ടിയും മേടിച്ചിട്ടില്ല കേട്ടോ. പഴയ നമ്മുടെ വൈറ്റ് കളറിലുള്ള അലങ്കാര ചട്ടി തന്നെയാണ്. ഞാനിതെല്ലാം ചട്ടികളൊക്കെ ഒന്ന് കഴുകി വീണ്ടും റീസെറ്റ് ചെയ്യുന്നു കേട്ടോ. സെറ്റ് ചെയ്യുമ്പോൾ ഓരോന്നും ഓരോ സ്ഥലത്ത് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അയ്യോ അത് അവിടെ വെച്ച് ശരിയാവില്ല, ഇത് കുറച്ചുകൂടി മാറ്റി വെച്ചാൽ ഭംഗിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മാറ്റിയൊക്കെ വെച്ചതിന് ശേഷമാണ് എനിക്കൊരു തൃപ്തിയായത്. എന്തായാലും ചെടികളെയൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് വെക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നൊരു വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് നമ്മൾ എത്രത്തോളം നമുക്കത് ഗുണം ചെയ്യുന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒത്തിരി പേര് ചെടികൾ സ്നേഹിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് പറയും എന്തിനാ ഇങ്ങനെ ഇത്രയും ചെടികൾ എന്തിനാ ഇതുപോലെയൊക്കെ വളർത്തണേ. നമ്മൾ ഓരോ പുതിയ ചെടികൾ വളർത്തുമ്പോഴും ഓരോ പുതിയ ചെടികളുടെ ഓരോ ഇലകൾ വരുന്നത് കാണുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷവും എന്നും നമ്മൾ കാണുന്ന ചെടികളിൽ മാത്രം നോക്കുന്ന ഒരു സന്തോഷവും വ്യത്യാസമുണ്ട്. നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയിൽ ഒത്തിരി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഈ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെയൊക്കെ അവിടേക്ക് ഇവിടേക്കൊക്കെ മാറ്റി വയ്ക്കണമെന്ന്. എന്നിട്ടും എനിക്ക് തൃപ്തിയായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല ഇനി നിങ്ങളെ കാണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ ചെടികൾ ഇരിക്കുന്നത്. കുറേ സമയത്തെ ഐഡിയകൾക്കും അതുപോലെ തിരിച്ചും മറിച്ചും വയ്ക്കുന്നതിനൊക്കെ ഇടയിൽ ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കത് എത്രത്തോളം ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതുപോലെ വെച്ചിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഒത്തിരി ചെടികൾ ഒതുക്കി വയ്ക്കാനും ഒത്തിരി സ്റ്റാൻഡുകൾ നമ്മളിതുപോലെ റെഡിയാക്കി വയ്ക്കാനും ഉണ്ട്. അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഐഡിയകൾ നമ്മുടെ തലയിലേക്ക് ഉദിക്കും. അപ്പോൾ നമ്മളത് വീണ്ടും ഇത് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു സന്തോഷം കണ്ടെത്തിയ ഈ ഒരു ഐഡിയയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടം അറിയിച്ചോളൂ. നമ്മുടെ ചെടികൾ ഇനിയും ഒത്തിരി ഗ്രൗണ്ട് ഓർക്കിഡ് അതുപോലെ ആന്തൂറിയം ഓർക്കിഡുകൾ ഇതെല്ലാം നമുക്ക് ഒരുക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നല്ല രീതിയിൽ ചെടികളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചാൽ ഏത് ഭംഗിയില്ലാത്ത ചെടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ നമുക്ക് കുറച്ചധികം ഓർക്കിഡുകളും അതുപോലെ തന്നെ ഫെലോപ്സിസും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ഇതേപോലെ ഭംഗിയായിട്ട് സ്റ്റാൻഡുകളിൽ മാറ്റി വയ്ക്കേണ്ട ഒരു സമയമാണ്. വെയിൽ ഇപ്പോൾ കൂടി വരുന്നതുകൊണ്ട് തന്നെ വെയിൽ അധികം അടിക്കാതെ തണൽ ഭാഗത്ത് നമുക്ക് സ്റ്റാൻഡുകൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു ജോലിയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാണ്. ഒരു ചേച്ചിയെ ഹെൽപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കിത് നല്ല എന്താ പറയുക ഭാരപ്പെട്ടതായിട്ട് തോന്നും. കുറച്ച് കൂടുതൽ ചെടിച്ചട്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ മനോഹരമാക്കാനായിട്ട് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളുടെ വിശേഷമായിട്ട് ഞാൻ പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു വരും. നമ്മുടെ വീടിൻ്റെ എന്താ പറയുക പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ പണി ഒത്തിരി എന്താ പറയുക നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ പൈസ ആവുകയും ചെയ്തു, സമയം എടുക്കുകയും ചെയ്തു. ജൂലൈ മാസത്തിൽ തുടങ്ങിയതാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആവാൻ പോകുന്നു. എന്തായാലും 2 ആഴ്ച കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പണികളുടെയൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.